ടിക്കറ്റ് ലഭ്യമാകാത്തപ്പോൾ ഫ്ലൈറ്റ് എടുത്ത് വരാൻ പറയുന്ന പിന്തുണയാണ് കായിക താരങ്ങൾക്ക് വേണ്ടതെന്ന് ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ. വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പിന്തുണ വലുതാണ്. സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്ന് IM വിജയൻ. തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജൂൺ തയ്യാറാക്കി റിപ്പോർട്ട് കാണാം. ഫുട്ബോൾ താരം IM വിജയനാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുന്നത്. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദിയിൽ ദീപശിഖ തിരികൊളുത്തിയത് IM വിജയനായിരുന്നു. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഇത്തവണത്തെ കായികമേളയുടെ പ്രത്യേകതകൾ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. വിജയൻ ചേട്ടാ, സ്റ്റേജിൽ തന്നെ വെച്ചൊരു പരാമർശം ഉണ്ടായി. ഈ കുട്ടികൾക്ക് ഇത്തരത്തിൽ ഒരു യാത്രാ സൗകര്യം ഇല്ലാത്ത സമയത്ത് ഫ്ലൈറ്റ് സൗകര്യം ഒരുക്കി കൊടുത്തുകൊണ്ടാണ് ഇപ്പോഴുള്ള മന്ത്രി അല്ലെങ്കിൽ ഇപ്പോഴുള്ള സർക്കാർ സ്പോർട്സിനെ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് തോന്നുന്നത്? തീർച്ചയായിട്ടും ഭയങ്കര പ്രൗഡാണ്. നമ്മളൊരു സ്പോർട്സുകാരനാണ്. നമ്മളും കുറേ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പിള്ളേർ വിളിച്ചു പറഞ്ഞപ്പോൾ ശിവൻകുട്ടി സാറ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്ലൈറ്റിന് പോകാൻ മക്കളെന്നാണ് പറഞ്ഞാൽ ട്രെയിനിന് ടിക്കറ്റ് ഇല്ലെങ്കിലും അത് വലിയൊരു പ്രൗഡല്ലേ. കാരണം ഇങ്ങനെ പറയാനൊരു മിനിസ്റ്റർ ഉള്ളതും അത് നമ്മൾ പുറത്തു പോകുമ്പോൾ അത് റെഡിക്കും പറയാൻ പറ്റും. നമുക്ക് നമ്മുടെ മിനിസ്റ്റർ ഇങ്ങനെ ചെയ്തു എന്ന് പറയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഭിന്നശേഷിയുള്ള കുട്ടികൾ 10,000-2,000 പേരുണ്ട്. അവരെ നമ്മൾ കൂട്ടിപ്പിടിക്കുകയാണ്. അവരും നമ്മളെ പോലെ തന്നെയാണ്. പിന്നെ നമുക്കൊക്കെ ഭയങ്കര അഭിമാനമാണ് പുറത്തു പോകുമ്പോൾ. കാരണം ഒരു സ്റ്റേറ്റ് കുറേ സ്റ്റേറ്റ് പോയിട്ടുള്ളതാണ് നമ്മൾ കളിക്കാൻ വേണ്ടി. ഒരു സ്റ്റേറ്റിലും ഇത്ര വലിയ കായികമേള നടക്കണ കണ്ടിട്ടില്ല. അത് കേരളത്തെ സംബന്ധിച്ച് നമ്മൾ പുറത്തു പോകുമ്പോൾ അവരോട് വർത്തമാനം പറയാനും നമുക്ക് പ്രൗഡായിട്ട് നിന്ന് പറയാം. ഇങ്ങനത്തെ പിന്തുണ ഉണ്ടെങ്കിൽ നമ്മുടെ കായിക താരങ്ങൾ ഇഷ്ടംമാതിരി നല്ല നല്ല PT ഉഷേച്ചിനെ പോലെ, ഷൈനി വിൽസൻ്റെ പോലെ, അഞ്ജു ബോബി ജോർജിനെ പോലെയൊക്കെ അവരൊക്കെ ബേസ് കായികമേള എന്നാണ്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ ഇഷ്ടംമാതിരി നമ്മളവിടെ നിന്ന് വരും. അപ്പോൾ അദ്ദേഹവും പറയുന്നത് ഇത് തന്നെയാണ്. സ്കൂൾ കായികമേളയിൽ അതൊരു ഓപ്പർച്യൂണിറ്റിയായി എടുത്തുകൊണ്ട് മുന്നോട്ട് വരിക, കൂടുതൽ മുകളിലേക്ക് ഉയരങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇതോടുകൂടി തുടക്കമായിരിക്കുകയാണ്. ക്യാമറമാൻ ദീപകിനോടൊപ്പം ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.